നിത്യനും പരിശുദ്ധനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിനെ ഈ ദുഷ്ടലോകത്തിൽ വെച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്തായിരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിന്റെ വൻകൃപകളെ ധ്യാനിച്ച് അവന് ആരാധനയും സ്തുതിസ്തോത്രവും അർപ്പിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് നാം പാർക്കുന്ന ലോകം ദുഷ്ടത നിറഞ്ഞ ലോകമാണ്. ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിന്റെ മക്കളായി ദൈവദാസന്മാരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത് എത്രയോ ഭാഗ്യമാണ്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ഈ വല്ലാത്ത ലോകത്തിൽ ദുഷ്ടൻ പ്രബലനായിരിക്കുന്ന കാലത്ത്, ദുഷ്ടൻ ഈ ലോകത്തെ വാഴുന്ന കാലത്ത് നാം എത്ര വിശുദ്ധരും നിഷ്കളങ്കരുമായി നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും നാം ഭക്തിയുള്ള ജീവനം കഴിക്കണം. നമുക്കറിയാം, ഇന്ന് നാം പാർക്കുന്ന ലോകം ദുഷ്ടത കൊണ്ട് നിറയുകയാണ്. എവിടെയും വക്രതയും കപടവും ചതിയും വഞ്ചനയും അതുപോലെ കൊലയും കൊള്ളിവെപ്പും വല്ലാത്ത ദുഷ്ടതയും പെരുകുകയാണ്. നമുക്കറിയാം, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ക്ഷാമവും ഭൂകമ്പവും വർദ്ധിച്ചിരിക്കുന്നു. മനുഷ്യൻ കഷ്ടതയാൽ വലയുന്നു. സാമ്പത്തിക ക്ലേശങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും വിവിധ നിലകളിലുള്ള ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിമിത്തം ഈ വല്ലാത്ത ലോകത്തിൽ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിലും നമുക്ക് പ്രത്യാശയുടെ കിരണം കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്ന ദൈവീക സമാധാനവും ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനം, അതിൻ്റെ അനുഭവവും നമ്മളെ എത്ര ശക്തരാക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എപ്പോഴും ദൈവത്തിന്റെ മഹത്വം ധ്യാനിച്ച് അവൻ നമ്മോട് കാണിക്കുന്ന കരുണയും കൃപയും ഓർത്ത് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഇന്ന് രാവിലെയും നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ധ്യാനിക്കുവാനുള്ളത് ഈ ദുഷ്ടലോകത്തിൽ നമ്മെ അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിച്ച ദൈവകൃപയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കൃപയും സമാധാനവും നൽകുന്നത് പിതാവായ ദൈവമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ സമാധാനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മോട് കൂടെ ഉള്ളത് എത്രയോ ആശ്ചര്യം, നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണത്. നാം ഇവിടെ വായിക്കുകയാണ്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അതെ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കുന്നവനാണ്. അതെ, യേശു കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. ഹി ഹാസ് റെസ്ക്യൂഡ് us. നമ്മെ അവൻ വിടുവിച്ചു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, നിത്യ നരകത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും നമ്മെ അവൻ വിടുവിച്ചു. പിശാചിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു. നരകത്തിന്റെ നിത്യശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. നമ്മുടെ നാഥനായ കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. ഈ ദുഷ്ടലോകത്തിൽ നിന്നും
എന്നേക്കുമായി അവൻ നമ്മെ വിടുവിക്കും. അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ ശാപമില്ല, അവിടെ നിത്യ സന്തോഷം ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവർ. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചിട്ടുള്ളവർ, സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ, അവർ ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാനായി ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും ഞാനും വീണ്ടെടുക്കപ്പെട്ടത് എത്രയോ ഭാഗ്യം. ഈ വേദഭാഗത്ത് നാം കാണുകയാണ്, ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം ഈ കാര്യം ചെയ്യുന്നത് സത്യസുവിശേഷത്താലാണ്. നാം ഗലാത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ 8 പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് സുവിശേഷം എന്നുള്ള പദം. ഈ ഗലാത്യ ലേഖനത്തിൽ ഏകദേശം 16ഓളം പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞത് 15 പ്രാവശ്യം നാം കാണുന്നു സുവിശേഷം, സുവിശേഷം, സുവിശേഷം. എന്നാൽ ഇപ്പോൾ നാം വായിച്ച വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ വേറൊരു സുവിശേഷം എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ വേറൊരു സുവിശേഷത്തിലേക്ക് ഗലാത്യർ പോവുകയാണ്. എന്താണത്? ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ വേറൊരു സുവിശേഷം വ്യാപരിക്കുന്നുണ്ട്. ആ വേറൊരു സുവിശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയുടെ സുവിശേഷമല്ല, പിന്നെയോ വിശ്വാസത്താൽ നീതീകരണം എന്ന് പഠിപ്പിക്കുന്ന ദൈവികമായ സത്യവുമല്ല, പിന്നെയോ അത് പ്രവൃത്തിയാൽ നീതീകരണം എന്നുള്ള മറ്റൊരു സുവിശേഷമാണ്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണമുണ്ട്, സൗജന്യമായ നീതീകരണമുണ്ട്. രക്ഷ സൗജന്യമാണ്, രക്ഷ കൃപയാലാണ്. കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരുവൻ അംഗീകരിക്കുമ്പോൾ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അവനെ സൗജന്യമായി യേശുക്രിസ്തു തന്റെ കൃപയാൽ രക്ഷിക്കുന്നു എന്നുള്ള സത്യസുവിശേഷത്തോട് വ്യാജമായി പലതും ചേർക്കുന്ന വ്യാജ സുവിശേഷകന്മാർ വർദ്ധിക്കുകയാണ്. ഉപവസിച്ചാൽ രക്ഷ പ്രാപിക്കാം, കാത്തിരുന്നാൽ രക്ഷ പ്രാപിക്കാം, ദാനം ചെയ്താൽ രക്ഷ പ്രാപിക്കാം, സുവിശേഷം മാത്രം പോരാ, കൂടെ എന്തെങ്കിലും പ്രവൃത്തികൾ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടനായ പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിലുള്ളവരെ തെറ്റിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് നാം കാണുന്നത് ആ സുവിശേഷം നിങ്ങളെ കലക്കിക്കളയുന്ന സുവിശേഷമാണ്. അത് നിങ്ങളെ മറിച്ചു കളയുന്ന സുവിശേഷമാണ്. ആ സുവിശേഷം പ്രസംഗിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും ശാപഗ്രസ്തരാണ്. ഇന്ന് അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും സൗജന്യമായി കൃപയാൽ ലഭിക്കുന്ന സുവിശേഷത്തെ കുറിച്ചല്ല, വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കുന്ന സുവിശേഷത്തെ കുറിച്ചല്ല, പിന്നെയോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്താൽ രക്ഷിക്കപ്പെടും, വിശുദ്ധ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകും എന്നിങ്ങനെ പഠിപ്പിക്കുന്ന വ്യാജ സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷം, രക്ഷിക്കപ്പെട്ടാൽ സകല നന്മയും, ഭൂമിയിലെ എല്ലാ നന്മയും അനുഭവിക്കുവാൻ കഴിയും, രോഗം മാറും, ശാപം മാറും, കഷ്ടം മാറും, ദീനം മാറും, ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആകർഷിക്കുന്ന വ്യാജ സുവിശേഷം. ആ വ്യാജ സുവിശേഷത്തിനെതിരെ അപ്പോസ്തലനായ പൗലോസ് ശക്തിയോടെ പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വേറൊരു സുവിശേഷം നിങ്ങളോട് ചിലർ പറഞ്ഞ് നിങ്ങളെ കലക്കിക്കളയുന്നു. അവർ പൗലോസും കൂട്ടരും അറിയിച്ചതിന് വിപരീതമായ കാര്യമാണ് പറയുന്നത്. പക്ഷേ പൗലോസ്
സൗജന്യമായി സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിന്റെ അവകാശികളായി തീരും, നിത്യജീവൻ ലഭിക്കുമെന്ന് പൗലോസും കൂട്ടരും പ്രസംഗിച്ച ആ സുവിശേഷത്തിന് വിരോധമായി, വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ പോലും വന്ന് പ്രസംഗിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനോ അഥവാ സ്വർഗത്തിലെ ഒരു ദൂതൻ പോലുമോ വന്ന് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ടത് കൃപയുടെ സുവിശേഷം കേട്ടാണ്. നിങ്ങളും ഞാനും രക്ഷിക്കപ്പെടുവാൻ ഇടയായത് കൃപയാലാണ്. അതിന് കാരണം ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും എന്നെയും വിടുവിക്കുവാൻ ഇഷ്ടപ്പെട്ടപ്പോൾ, താല്പര്യപ്പെട്ടപ്പോൾ, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്താലാണ് അവൻ അത് ചെയ്തത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പുസ്തകച്ചുരുൾ എഴുതിയിരിക്കുന്നത് പോലെ ഇതാ ഞാൻ വരുന്നു, പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഈ ദുഷ്ടലോകത്തിലേക്ക് വന്നു. നമ്മുടെ എല്ലാം പാപം തന്റെ മേൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ ശാപം തന്റെ മേൽ പേറിക്കൊണ്ട് നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ മരിച്ചു. ഈ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് നിങ്ങളും ഞാനും ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ നാം ദൈവമക്കളായി തീർന്നു. നാം ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നു. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി, നാം കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി. അതെ, ഈ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കുവാനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിങ്ങളുടെയും എന്റെയും കർത്താവായി തീർന്നത് അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുകൊണ്ടാണ്. അവൻ നമ്മെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ കാൽവറി ക്രൂശിൽ നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട്, നമ്മുടെ ശാപം പേറിക്കൊണ്ട് നമുക്ക് പകരമായി മരിച്ചു. ആ ദൈവ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ച കൃപയെ ഓർത്തുകൊണ്ട്, ആ സത്യ സുവിശേഷത്തിന്റെ നിർമ്മലതയെ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങളെയും എന്നെയും രക്ഷിക്കുവാൻ പ്രസാദിച്ച ദൈവ സ്നേഹത്തിന്റെ മഹാത്മ്യം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് അവന്റെ തിരുപ്പാദ പീഠത്തിങ്കൽ വീഴാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വം അർപ്പിക്കാം. സർവ്വവല്ലഭനായ പിതാവിനെ നമുക്ക് ആരാധിക്കാം. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ സകല സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് പാർക്കുന്നത് ഈ ദുഷ്ടലോകത്തിലാണെങ്കിലും, ദുഷ്ടൻ അധികാരം നടക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ തേടിയെത്തിയ ദൈവ സ്നേഹത്തിനായി, ഞങ്ങളെ രക്ഷിച്ച ദൈവകൃപയ്ക്കായി, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ ഞങ്ങളെ വിടുവിക്കുവാനായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതിനായി സ്തോത്രം. തന്റെ രക്തത്താൽ സമ്പാദിച്ച തന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാനായി, ഓ മണവാളനായ കാന്തനായ ഞങ്ങളുടെ കർത്താവ് താമസമിനാ വരുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഇത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ചതിനായി, ഞങ്ങളോട് കരുണ കാണിച്ചതിനായി ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വവല്ലഭനായ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.